കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യെശയ്യാവിൻ്റെ പുസ്തകം 11-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ച് കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തൻ്റെ വായ് എന്ന വടികൊണ്ട് അവൻ ഭൂമിയെ അടിക്കും, തൻ്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം ലോകത്തിൽ നോക്കുമ്പോൾ നീതി ന്യായം ചെയ്യുന്നവർ വളരെ കുറവാണ്. ഓരോരുത്തരും ഓരോ അധികാരത്തിൽ ഓരോ മേഖലകളിലും ഇരിക്കുന്നവർ അവരുടെ നിലനിൽപ്പിനും അവർക്കുള്ള ജീവിതത്തിനും ജീവിത സാഹചര്യങ്ങൾക്കും ഏറ്റതുപോലെയാണ് അവർ വിധി കൽപ്പിക്കാറുള്ളത്. എൻ്റെ പ്രിയ ദൈവമക്കളെ, പക്ഷേ ഒരു സാധുവിൻ്റെ നീതി അല്ലെങ്കിൽ ന്യായം തള്ളപ്പെടുമ്പോൾ ഇവിടെ കർത്താവ് പറയാണ്, ഒരു ഏഴയ്ക്ക് അല്ലെങ്കിൽ സാധുവിന് അവൻ നേരോടെ വിധി കൽപ്പിക്കും എന്ന് കാണുന്നു. അത് നടത്തി തരുവാൻ കർത്താവ് ശക്തനാണെന്ന് വചനം പറയുകയും ചെയ്യുകയാണ്. ആയതുകൊണ്ട് എൻ്റെ പ്രിയ ദൈവമക്കളെ, നാം മനസ്സിലാക്കണം, നമുക്ക് നമ്മുടെ നീതികൾ അല്ലെങ്കിൽ ന്യായങ്ങൾ തള്ളിക്കളയുമ്പോൾ നമുക്ക് വേണ്ടി ന്യായം കൽപ്പിക്കുന്ന ഒരു നീതിപീഠം നമുക്ക് ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. നാം ഓരോ മേഖലകളിൽ നാം ഇടപെടലുകൾ നടത്തുമ്പോഴും മറ്റുള്ളവരോട് നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും അതൊരു കർത്താവിൻ്റെ കൽപ്പനയ്ക്ക് അനുസരണമായി ദൈവനീതിക്ക് ഉட்പെട്ടതായിരിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ ദൈവമക്കളായ നാമും അനുഭവിക്കേണ്ടി വരും. കർത്താവ് ഓരോരുത്തരെയും, സാധുക്കളെയും അല്ലെങ്കിൽ വെറുക്കപ്പെട്ടവരെയും പാവങ്ങളെയും വിചാരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നീതിന്യായം പറയുന്ന ഒരു രീതിയിൽ കർത്താവ് നമ്മെ നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിൽ കർത്താവ് അങ്ങയുടെ കരങ്ങൾ തരുന്നു. കർത്താവെ, ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരുന്ന ആരെങ്കിലും തങ്ങൾക്ക് ഈ ലോകത്തിൽ ഒരു നീതി, ഒരു ന്യായം കിട്ടുവാൻ നിവൃത്തിയില്ല, തങ്ങളുടെ വീട്ടിൽ ഒരു ന്യായം ലഭിക്കുന്നില്ല എന്ന് കരുതി വേദനയോട് ഇരിക്കുന്ന നിൻ്റെ മക്കളെ കർത്താവെ നിൻ്റെ കരങ്ങൾ തരുന്നു. കർത്താവെ, അവരെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടെ കണ്ണുനീരുകളെ നീ തുടയ്ക്കണമേ. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി നീതിന്യായം പാലിച്ചു തരുന്ന ഒരു നീതിപീഠം നമുക്ക് ഉണ്ടെന്ന് ഇവർ മനസ്സിലാക്കുവാനും തങ്ങളുടെ ഈ ലോക ജീവിതത്തിൽ തങ്ങളുടെ ന്യായങ്ങൾ തള്ളപ്പെട്ടാലും കർത്താവെ, അത് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്കത് ഒരു വിലയേറിയതാണോ എന്നൊന്ന് കരുതിക്കൊണ്ട് മനസ്സമാധാനത്തോടെ ജീവിപ്പാനും ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കണ്ണുനീരുകൾക്ക് നീ മറുപടി നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഇവിടെ ന്യായങ്ങളെ നീ ഒരിക്കലും പുറന്തള്ളരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.